ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يومئذ لا تنفع الشفاعة إلا من أذن له الرحمن ورضي له قولا. സമാദരണീയരായ സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾക്കനുസൃതമായി ജീവിതം സാധ്യമാകുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 254-ാമത്തെ വചനമാണ് നാം ചർച്ച ചെയ്തത്. വിശ്വാസികൾ ജാഗ്രത പുലർത്തേണ്ട ഒരു ദിനത്തെക്കുറിച്ച് നൽകുന്ന മുന്നറിയിപ്പാണ് പ്രസ്തുത ആയത്തിൽ വിശദീകരിക്കുന്നത്. ആ ദിനത്തിൻ്റെ പ്രത്യേകതയായിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ല, ഒരു കച്ചവടവും നടക്കാത്ത, ഒരു സൗഹൃദവും ഉപകാരപ്പെടാത്ത ഒരു ദിനമായിരിക്കും അത് എന്നതാണ്. അതിൻ്റെ തുടർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലാ ശഫാഅ, ഒരു ശഫാഅത്തും ഒരു ശുപാർശയും ഉപകാരപ്പെടാത്ത ദിനം എന്നാണ്. ആ ശഫാഅത്തിനെ കുറിച്ചാണ് ഇന്ന് സൂചിപ്പിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ വിഷയത്തിൽ ചില അതിവാദങ്ങളും അബദ്ധവാദങ്ങളും ഉണ്ട് എന്ന് നാം കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചതാണ്.
അതുകൊണ്ട് തന്നെ ഇതിലെ ഇസ്ലാമിൻ്റെ കൃത്യമായ നിലപാട് എന്താണ് എന്ന് ഓരോ വിശ്വാസിയും കൃത്യമായി അറിയുകയും മനസ്സിലാക്കിയിരിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്യേണ്ടതാണ്. ഭാഷാപരമായി ആ പദത്തെ നമ്മൾ പഠിക്കുമ്പോൾ അറബി ഭാഷയിലെ ഷഫ്അ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് ഷഫാഅത്ത് എന്ന ആ പദം നിഷ്പന്നമായിട്ടുള്ളത്. അറബിയിൽ ഷഫ്അ എന്ന് പറഞ്ഞാൽ ഇരട്ട എന്നുള്ളതിനാണ് ആ പദം ഉപയോഗിക്കാറുള്ളത്. സാധാരണ നമ്മൾ ഒറ്റയാക്കുന്നതിന് വിത്ർ എന്നാണ് പറയാം, ഇരട്ടയാക്കുന്നതിന് അറബിയിൽ ഷഫ്അ എന്നാണ് പറയാം. ഇത് സൂചിപ്പിച്ചത് ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചുമുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ്. പണ്ഡിതന്മാർ ഷഫാഅത്ത് എന്നതിനെ നിർവചിക്കുന്നത് നമുക്ക് ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ കഴിയും. അവർ ആ പദത്തെ ഷഫാഅത്ത് എന്നതിനെ നിർവചനമായി പറയുന്നത് ത്വലബുൽ ഖൈർ ലിൽ ഗൈരി ഫി ജലബി മൻഫഅത്തിൻ ഔ ദഫ്ഇ മദറ. ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ ത്വലബുൽ ഖൈർ ലിൽ ഗൈർ, മറ്റൊരാൾക്ക് വേണ്ടി ഒരു നന്മയെ തേടലാണ്, അന്വേഷിക്കലാണ്, ആവശ്യപ്പെടലാണ്. അത് ഫി ജലബിൽ മൻഫഅ, ഒന്നുകിൽ എന്തെങ്കിലും ഒരു ഉപകാരം അവന് വന്ന് ലഭിക്കാനോ, ഔ ദഫ്ഇ മദറ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപദ്രവത്തിൽ നിന്ന് അവനെ രക്ഷിക്കാനോ തടഞ്ഞു നിർത്തുന്നതിനോ വേണ്ടി മറ്റൊരാൾക്ക് വേണ്ടി വേറൊരാൾ നടത്തുന്ന അന്വേഷണത്തെ, തേട്ടത്തെയാണ് ഷഫാഅത്ത് എന്ന് പറയാം. ഈ രൂപത്തിലുള്ള ഷഫാഅത്ത് ദുനിയവിയായ കാര്യങ്ങളിൽ ധാരാളം നടക്കുന്നതായി നമുക്കറിയാം. നമ്മൾ തന്നെയും പല രൂപത്തിലുള്ള ഷഫാഅത്ത് നടത്തുകയും അല്ലെങ്കിൽ ഷഫാഅത്ത് പലരോടായി ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ മക്കൾക്ക് SSLC കഴിഞ്ഞു, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പഠനം കഴിഞ്ഞു, ഉദ്ദേശിച്ച ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി അവിടെ സ്വാധീനമുള്ള ആളുകളെ സമീപിക്കുകയും അവരോട് അത് നടത്തിത്തരാൻ വേണ്ടി ശുപാർശ ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. അവർ ആ നമ്മുടെ ആവശ്യപ്രകാരം ബന്ധപ്പെട്ട ആളുകളെയും എല്ലാം വിളിച്ച് ആ കാര്യം നടത്തി തരാറുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഉപകാരം ലഭിക്കുന്നതിന് വേണ്ടി, അതല്ല എങ്കിൽ ഒരു ഉപദ്രവം നിൽക്കാൻ. ഇപ്പോൾ ഏറ്റവും അടുത്ത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നിമിഷപ്രിയയുടെ വിഷയത്തിൽ നമ്മുടെ കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന പണ്ഡിതൻ AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഇടപെടൽ പോലെ ഒരു ഉപദ്രവം അല്ലെങ്കിൽ ഒരു ശിക്ഷ അതിൽ നിന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടി നടത്തുന്ന ഇടപെടലുകൾ, ഇതിനെയാണ് ഇസ്തിലാഹിയായി അതിൻ്റെ നിർവചനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. എന്നാൽ നമ്മൾ പഠിക്കേണ്ടുന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതും ഈ ഷഫാഅത്തല്ല, നേരെ മറിച്ച് പരലോകത്ത് വെച്ച് നടക്കുന്ന ഷഫാഅത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ നാം ആദ്യം മനസ്സിലാക്കേണ്ടുന്നത് അള്ളാഹു അനുവാദം നൽകുന്നവർക്ക് മാത്രമാണ് ഷഫാഅത്ത് നടത്താനാവുക എന്നുള്ളതാണ്. ഇത് ഒരു വിഷയം പഠിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഗണത്തിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ മുൻഗണനകൾ പരിഗണിച്ചുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. ആർക്കാണ് ഷഫാഅത്ത് നടത്താൻ കഴിയുക? അള്ളാഹു അനുവദിക്കുന്ന ആളുകൾക്ക് മാത്രമാണ്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ വചനം, അഥവാ നമുക്കെല്ലാം സുപരിചിതമായ ആയത്തുൽ കുർസിയിൽ ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്: മൻദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. അന്നേ ദിവസം ആർക്കാണ്? ആ ദിവസം ഏതാണ് എന്ന് നമുക്കറിയാം, അത് പരലോകത്തെ കുറിക്കുന്നതാണ്. നമ്മൾ തഫ്സീറുകൾ വായിക്കുമ്പോൾ മനസ്സിലാകും. അന്നേ ദിവസം അഥവാ ആ പരലോകത്ത് വെച്ച് ആർക്കാണ് റബ്ബിൻ്റെ അടുക്കൽ ഷഫാഅത്ത് പറയാൻ കഴിയുക?
ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ ഒരാൾക്കും ഷഫാഅത്ത് നടത്താൻ കഴിയില്ല. അള്ളാഹു ആർക്കാണോ ഷഫാഅത്ത് നടത്താൻ അനുവാദം നൽകിയിട്ടുള്ളത് അവർക്ക് മാത്രമാണ് റബ്ബിൻ്റെ അടുക്കൽ നാളെ പരലോകത്ത് ഷഫാഅത്ത് നടത്താൻ കഴിയുക. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഉഅ്തീതു ഖംസൻ ലം യുഅ്തഹുന്ന അഹദൻ ഖബ്ലി, മുൻപുള്ള പ്രവാചകന്മാർക്കാർക്കും നൽകിയിട്ടില്ലാത്ത 5 സവിശേഷതകൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. അതിങ്ങനെ എണ്ണിപ്പറയുന്നിടത്ത് അവസാനമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, വഉതീതു ഷഫാഅ, എനിക്ക് ഷഫാഅത്ത് നടത്തുന്നതിനുള്ള അനുവാദം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് വെച്ച് ഷഫാഅത്ത് നടത്തുന്നതിനുള്ള അനുവാദമുണ്ട്. ആ അനുവാദത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരലോകത്ത് വെച്ച് നടത്താൻ കഴിയുന്ന ഷഫാഅത്ത് എന്താണ് എന്നും അത് ഏത് രൂപത്തിലാണ് എന്നും അത് എപ്പോഴാണ് സാധിക്കുക എന്നും ആർക്കൊക്കെ വേണ്ടിയാണ് സാധിക്കുക എന്നും കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ വലിയ അബദ്ധത്തിൽ നമ്മൾ ചെന്ന് പെടാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മുടെ അഖീദയുമായി വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയം എന്ന നിലക്ക് കൃത്യമായ ഒരു ജാഗ്രത വിഷയം പഠിക്കുന്നിടത്ത് നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതിൽ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്ത് നടത്തുന്ന ഷഫാഅത്തുകളിൽ ഒന്ന് നമുക്കെല്ലാം പരിചിതമായ ഷഫാഅത്തുൽ ഉളമ എന്ന് പറയുന്ന ആ ഷഫാഅത്താണ്. പരലോകത്ത് ആളുകൾ ഒരു ചാണിന് മുകളിൽ സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ ഓരോരുത്തരും അവരുടെ കർമ്മങ്ങൾക്കനുസൃതമായി അവരിങ്ങനെ വിയർപ്പിൽ കുളിച്ച് നിൽക്കുന്ന ഒരു സമയമുണ്ട്. ഇനി എന്താണ് നടക്കുക എന്ന് അറിയാതെ ആളുകൾ വല്ലാതെ പരിഭ്രാന്തരായി നിൽക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് രണ്ടാലൊരു തീരുമാനമായാൽ മതി എന്ന് മനുഷ്യന്മാർ ആലോചിക്കുന്ന സമയത്ത്, മനുഷ്യന്മാരെപ്പോഴും അങ്ങനെയാണ്, ഒരു പ്രതിസന്ധിയിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് അപ്പോൾ എന്താണോ അവൻ്റെ പ്രതിസന്ധി അതെങ്ങനെയെങ്കിലും ഒന്ന് തീരുമാനമായിരുന്നെങ്കിൽ എന്നാണ് ഇപ്പോഴും ആളുകൾ ആലോചിക്കുക. മനുഷ്യന്മാർ പരലോകത്ത് ചെന്ന് കഴിയുമ്പോഴും അവരാദ്യം ആലോചിക്കാതാണ് ഇവിടം കഴിഞ്ഞ് അങ്ങോട്ടൊന്ന് എങ്ങനെയെങ്കിലും കാര്യം തീരുമാനമാക്കിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് നിൽക്കുകയും അതിനു വേണ്ടി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ ആദ്യമായി ചെല്ലുകയും ചെയ്യും. വിചാരണ ഒന്ന് വേഗത്തിൽ നടത്തുന്നതിനു വേണ്ടി അള്ളാഹുവിനോട് ഷഫാഅത്ത് നടത്താൻ. വളരെ സുദീർഘമായ ഒരു ഹദീസാണ്, മുഴുവൻ വിശദീകരിക്കേണ്ടതില്ല, നമുക്ക് പലർക്കും അറിയുന്നത് തന്നെയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ തുടർന്നിങ്ങോട്ട് പല പ്രവാചകന്മാരുടെ അടുക്കലേക്കും ആളുകൾ ചെല്ലും. അവരെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ ഷഫാഅത്ത് നടത്താൻ വിസമ്മതിക്കുകയും അതിന് കാരണങ്ങൾ പറയുകയും ചെയ്യും എന്ന് ആ ഹദീസ് വളരെ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. നമ്മളത് മറ്റൊരു തവണയും വായിച്ചു പഠിക്കേണ്ടുന്നതാണ്. അങ്ങനെ ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എത്തുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ മുന്നിൽ ദീർഘമായി സുജൂദിൽ വീഴുകയും റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുന്നതായ പ്രാർത്ഥനകളും തസ്ബീഹുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘനേരം ആ സുജൂദിലായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രാർത്ഥന നിരതനാവുകയും ചെയ്യുന്ന സമയത്ത് ഹദീസ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ഫയുഖാൽ, അപ്പോൾ പറയപ്പെടും, യാ മുഹമ്മദ് ഇർഫ റഅസക്, മുഹമ്മദേ താങ്കളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളുടെ തല ഉയർത്തുക, ഖുൽ തുസ്മ, താങ്കൾ ചോദിക്ക്, പറ, അത് ഇന്ന് കേൾക്കപ്പെടും, സെൽ തുഅതി, എന്തെങ്കിലും ആവശ്യപ്പെട്, അത് താങ്കൾക്ക് നൽകപ്പെടും, ഇഷ്ഫ തുഷഫ, ഷഫാഅത്ത് നടത്തിക്കോളൂ, താങ്കളുടെ ഷഫാഅത്ത് സ്വീകരിക്കപ്പെടും എന്ന് പറയുന്ന സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ആ ഷഫാഅത്തുൽ ഉളമ സംഭവിക്കുന്നത്. അഥവാ വിചാരണ വേഗത്തിൽ നടത്തുവാനും സ്വർഗാവകാശികളെ അവരുടെ അവകാശത്തിലേക്ക്
നരകാവകാശികളെ അവരുടെ സങ്കേതത്തിലേക്ക് എത്രയും വേഗം നടത്താനുള്ള ആ വിചാരണ അവിടെ നടത്തപ്പെടും എന്ന്. ഒന്നാമത്തെ ഷഫാഅത്ത് വിശദീകരിക്കപ്പെടുന്നത് ഇതാണ്. രണ്ടാമത്തെ ഒരു ഷഫാഅത്ത് സ്വർഗ കവാടം തുറക്കുന്നതിനുള്ള ഷഫാഅത്താണ്. വിചാരണയൊക്കെ അവസാനിച്ച് സ്വർഗാവകാശികളായ ആളുകൾ സ്വർഗത്തിൻ്റെ കവാടത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയും എന്നാൽ അവർക്ക് മുന്നിൽ സ്വർഗ കവാടം തുറക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് അവിടേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരികയും ആ സ്വർഗ കവാടം തുറക്കുന്നതിന് വേണ്ടി ഷഫാഅത്ത് ചെയ്യും എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ആതി ബാബൽ ജന്നത്തി യൗമൽ ഖിയാമത്തി, ഞാൻ ആ സ്വർഗ കവാടത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയും ഫഅസ്തഫ്തിഹു, എന്നിട്ട് അതിൻ്റെ വാതിലുകൾ തുറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. ഫയഖൂലുൽ ഖാസിൻ മൻ അൻത, ആ സമയത്ത് സ്വർഗത്തിൻ്റെ ആ കവാടത്തിൻ്റെ കാവൽക്കാരനായിട്ടുള്ള മലക്ക് ചോദിക്കും, മൻ അൻത, താങ്കൾ ആരാണ് എന്ന്. ഫഅഖൂലു മുഹമ്മദ്, അപ്പോൾ ഞാൻ മുഹമ്മദാണ് എന്ന് പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫയഖൂലു ബൽ ഉമിർതു ലാ അഫ്തഹ ലി അഹദിൻ ഖബ്ലക്, താങ്കൾക്ക് മുന്നേ ആർക്കു മുന്നിലും ആർക്കു വേണ്ടിയും ഈ സ്വർഗത്തിൻ്റെ കവാടം തുറക്കപ്പെടരുത് എന്ന് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ആ മലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും എന്ന് ഹദീസുകളിൽ വന്നതായി കാണുവാൻ സാധിക്കും. അപ്പോൾ രണ്ടാമത് ഒരു ഷഫാഅത്തുള്ളത് അവിടെയാണ്. മൂന്നാമത്തത് സ്വർഗത്തിൽ കടക്കുന്ന ചില ആളുകളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വിചാരണയും കൂടാതെ യാതൊരു വിധത്തിലുള്ള ഹിസാബുമില്ലാതെ 70,000-ഓളം ആളുകൾ എൻ്റെ ഉമ്മത്തിൽ നിന്ന് സ്വർഗപ്രവേശനത്തിന് അർഹരാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ ആ ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ വലതുഭാഗത്തുള്ള കവാടത്തിലൂടെ അവർക്ക് പ്രവേശനം സാധ്യമാകുന്നതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഫാഅത്ത് നടത്തും എന്ന്. ഫയഖൂലു റബ്ബു യാ മുഹമ്മദ് അദ്ഖിൽ മിൻ ഉമ്മതിക മൻ ലാ ഹിസാബ അലൈഹിം മിൻ ബാബിൽ ഐമൻ മിനൽ ജന്ന, അത് ആവശ്യപ്പെടുന്ന സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കളുടെ ഉമ്മത്തിൽപ്പെട്ട ഹിസാബില്ലാത്ത, വിചാരണ ഇല്ലാത്ത ആളുകളെ ഈ സ്വർഗത്തിൻ്റെ വലതുഭാഗത്തുള്ള കവാടത്തിലൂടെ പ്രവേശിപ്പിച്ചു കൊള്ളുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും എന്ന് വിശദീകരിക്കുന്ന ഹദീസുകൾ കാണാൻ കഴിയും. നമ്മൾ ഹദീസുകളും വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളും ഹദീസുകളും നമ്മൾ പഠിക്കുമ്പോൾ അതിലെ പണ്ഡിതന്മാർ ന്യൂനതകളില്ലാതെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. മറ്റൊന്ന്, നടത്തുന്ന ഷഫാഅത്ത് എന്ന് പറയുന്നത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആളുകൾക്ക് ദറജ ഉയർത്തി കിട്ടുന്നതിന് വേണ്ടി നടത്തുന്ന ഷഫാഅത്താണ്. മറ്റൊരു ഷഫാഅത്ത്, ചില വിശ്വാസികളെങ്കിലും, വിശ്വാസമുള്ള ആളുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകൾ, എന്നാൽ ചില തെറ്റുകളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു പോവുകയും അങ്ങനെ വരുന്ന ആളുകളെ അവർക്ക് സ്വർഗപ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് നടത്തും എന്ന്. ഇങ്ങനെ ചില ഷഫാഅത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്നതായി ഹദീസുകളിൽ വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഷഫാഅത്തുകളെ എല്ലാം ഇങ്ങനെ എണ്ണി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചതിന് ശേഷം പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്ന ആ ഒരു കാര്യമുണ്ട്. ഈ ഷഫാഅത്ത് എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, തോന്നുന്ന ആളുകൾക്ക് വേണ്ടി നബിക്ക് ഷഫാഅത്ത് നടത്താൻ കഴിയില്ല. മാത്രമല്ല, ഈ ഷഫാഅത്ത് കൊണ്ട് പരലോകത്ത് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം ആളുകൾക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് എന്നാണ്. കാരണം അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും അവിടെ സന്നിഹിതരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രബോധനവുമായി കടന്നു വന്ന സമയത്ത് പ്രവാചകന്റെ പ്രബോധനങ്ങളെ എതിർത്ത് പറഞ്ഞ ആളുകളും പ്രവാചകനെ അവിശ്വസിച്ച ആളുകളും പ്രവാചകന്റെ പ്രവാചകത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന ആളുകളുമാണ്. അത് അന്ന് എന്നല്ല, ലോക അവസാനം വരെയുള്ള കാലഘട്ടങ്ങളിൽ അത്തരം ആളുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇന്നും ആ പ്രവാചകനെ ഭത്സിക്കുന്ന,
പ്രവാചകന്റെ പ്രവാചകത്വത്തെ കളവാക്കിക്കൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി എല്ലാ മാധ്യമങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നാളെ പരലോകത്ത് അവരുടെ കൺമുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം അങ്ങ് ബോധ്യപ്പെടും. ചില ആളുകളൊക്കെ പറഞ്ഞതായി വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഖാലു ലൻ തമസ്സനന്നാറു ഇല്ലാ അയ്യാമൻ മഅദൂദ. ഞങ്ങൾക്ക് എണ്ണപ്പെട്ട ചില ദിവസങ്ങളല്ലാതെ നരകത്തിൽ കിടക്കേണ്ടി വരില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ വർത്തമാനമാണ്. ഇനി അഥവാ ഞങ്ങൾ നരകത്ത് പോവില്ല, കാരണം ഞങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്ത ആളുകളാണ്. ഇനി അഥവാ ഞങ്ങൾ നരകത്തിൽ പ്രവേശിക്കപ്പെടുകയാണ് എങ്കിൽ ഞങ്ങൾ നരകത്തിൽ എണ്ണപ്പെട്ട ദിവസങ്ങളെ കിടക്കേണ്ടി വരുള്ളൂ. അപ്പോഴേക്ക് ഞങ്ങൾക്ക് ശഫാഅത്തുമായി വരാൻ ആളുകളുണ്ട്, ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് ഈ ലോകത്ത് എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തർക്കിക്കുകയും പ്രവാചകന്റെ പ്രവാചകത്വത്തെ കളവാക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആളുകളുണ്ട്. അവർക്ക് ബോധ്യപ്പെടും അന്നേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം അതിനു വേണ്ടിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തിനെ കുറിച്ച് വിശദീകരിച്ചതിന് ശേഷം പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും സ്വീകരിക്കാത്ത ഷഫാഅത്തുകളുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും സ്വീകരിക്കാത്ത ഷഫാഅത്തുകളിൽ ഒന്ന് ഷിർക്ക് ചെയ്ത ആളുകളുടെ ഷഫാഅത്താണ്. സഹോദരന്മാരെ, വളരെ ഗൗരവത്തിൽ ഇത് പറയുമ്പോൾ നമുക്ക് ബോധ്യമാകും ഷിർക്ക് എന്ന് പറയുന്നതിൻ്റെ ഗൗരവം എത്രയാണ് എന്നും അപകടം എത്രയാണ് എന്നും. വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 80-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറയുന്നുണ്ട്: ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ഫലം യഗ്ഫിർ അല്ലാഹു ലഹും ദാലിക ബിഅന്നഹും കഫറൂ ബില്ലാഹി വറസൂലി. ഇൻ തസ്തഗ്ഫിർ ലഹും, പ്രവാചകരെ അങ്ങ് അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയാലും, ഔ ലാ തസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയില്ല എങ്കിലും, ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ, ഇനി 70 തവണ പ്രവാചകരെ അവർക്ക് വേണ്ടി അങ്ങ് ഇസ്തിഗ്ഫാർ നടത്തിയാലും ശരി, ഫലൻ യഗ്ഫിർ അല്ലാഹു ലഹും, അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കില്ല, അവരുടെ പാപങ്ങൾ അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കില്ല. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോലും ഇസ്തിഗ്ഫാർ, മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള പാപമോചന പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം പറഞ്ഞത് ദാലിക ബിഅന്നഹും കഫറൂ ബില്ലാഹി വറസൂലി, അവർ അത്രയും അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ പ്രവാചകനെയും നിഷേധിച്ചവരാണ്, കാഫിറുകളാണ്. സത്യനിഷേധികളായിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ പ്രവാചകന്റെ ഇസ്തിഗ്ഫാർ, ഷഫാഅത്ത് ലഭിക്കുകയില്ല എന്ന്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് തൗഹീദിൽ ജീവിക്കുന്ന ആളുകളാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് തൗഹീദിൽ ജീവിക്കുന്ന ആളുകളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് ലഭിക്കാൻ സാധ്യതയുള്ള ആളുകളാണ്. നമുക്ക് കിട്ടിയതിൻ്റെ മഹത്വം നമ്മളൊന്ന് തിരിച്ചറിയണം. അത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുകയും വേണം. അതല്ല എങ്കിൽ പരലോകത്ത് നമുക്ക് സംഭവിക്കാനിരിക്കുന്നത് വലിയ അപകടമാണ് എന്ന തിരിച്ചറിവും ബോധ്യവും നമുക്ക് വേണം. ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂൽ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തെ നമുക്കറിയാം, മുനാഫിക്കുകളുടെ നേതാവാണ് അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂൽ. ഈ അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂൽ മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മകൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് നമസ്കരിക്കുന്നതിന് വേണ്ടി, ഉപ്പക്ക് വേണ്ടി നമസ്കരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനുവേണ്ടി, ആ മയ്യത്തിനു വേണ്ടി നമസ്കരിക്കുകയാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്ത് അവതരിപ്പിക്കുന്നത് എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ച ചില മുഫസ്സിറുകൾ ഇതിൻ്റെ അവതരണ പശ്ചാത്തലമായി കുറിക്കുന്നതായി കാണുവാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖലീലുള്ളയാണല്ലോ, അള്ളാഹുവിൻ്റെ ഉറ്റമിത്രം, ഉറ്റ ചങ്ങാതി എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നാളെ പരലോകത്ത് സ്വന്തം പിതാവായ ആസറിനെ കണ്ടുമുട്ടുന്ന സന്ദർഭം ഹദീസുകളിൽ വിശദീകരിക്കുന്നുണ്ട്. യൽഖാ ഇബ്രാഹിമു അബാഹു ആസറ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആസറിനെ, സ്വന്തം പിതാവായ ആസറിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ കണ്ടുമുട്ടും. വഅലാ വജ്ഹി ആസറ ഖത്റതൻ വഗബ്റ, അദ്ദേഹത്തിൻ്റെ മുഖത്ത്, ആസറിൻ്റെ മുഖത്ത് കരുവാളിച്ച പാടുകളും പൊടിപടലങ്ങളും പിടിച്ചിട്ടുണ്ടാകും എന്ന്.
ആ സമയത്ത് ഫയഖൂലു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് പറയും, അലം അഖുൽ ലക ലാ തഗ്സീനി, താങ്കളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ ദുനിയാവിൽ വെച്ച് എൻ്റെ കൽപ്പനകളെ എന്നിലൂടെ നിങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നിങ്ങൾ ധിക്കരിക്കരുത് എന്ന്, അഹങ്കാരം നടിക്കരുത് എന്ന് താങ്കളോട് പറഞ്ഞിരുന്നില്ലേ? ഫയഖൂലു അബൂഹു ഫൽയൗമ ലാ അഅ്സീക. അപ്പോൾ ആ പിതാവ് കാര്യം മനസ്സിലാകും. അവിടെ എത്തുമ്പോഴേ പലർക്കും ഇത് ബോധ്യമാകുള്ളൂ. ആ ബോധ്യപ്പെട്ട സമയത്ത് ആ പിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയും അത്രേ, ഇപ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളെ ധിക്കരിക്കുകയില്ല. ഫയഖൂലു ഇബ്രാഹിം, അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പറയും, യാ റബ്ബി ഇന്നക വഅദ്തനി അൻ ലാ തഖ്സീനി യൗമ യുബഅസുൻ. അല്ലാഹുവേ, നീ എനിക്ക് വാഗ്ദാനം ചെയ്തിരുന്നില്ലേ ഖിയാമത്ത് നാളിൽ ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം എന്നെ അപമാനിക്കുകയില്ല എന്ന്. അല്ലാഹുവേ, നീ എനിക്ക് വാഗ്ദാനം ചെയ്തിരുന്നില്ലേ? ഫഅയ്യു ഖിസിൻ അഖ്സാ മിൻ അബി അല്ലബഅദ്. സ്വർഗത്തിൽ നിന്ന് അകറ്റപ്പെടുന്ന ഈ ആളുകളുടെ അടുത്തു നിന്ന് വിദൂരത പ്രാപിക്കേണ്ടി വരുന്ന എൻ്റെ പിതാവിനേക്കാൾ വലിയ അപമാനം എനിക്ക് എന്താണ് റബ്ബെ ഉള്ളത്? അതുകൊണ്ട് വാപ്പയുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇടപെടൽ നടത്തണം എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും എന്നാണ്. ഫയഖൂലുല്ലാഹു തആല, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ. ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ. സത്യനിഷേധികളായ ആളുകൾക്ക്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന, ശിർക്ക് വെക്കുന്ന ആളുകൾക്ക് ഞാൻ സ്വർഗം നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തുന്ന ഷഫാഅത്തിന് മറുപടി ആയിക്കൊണ്ട് പറയും എന്നാണ്. ഇനി നോക്കൂ നിങ്ങൾ, അബൂത്വാലിബിന് വേണ്ടി അബൂത്വാലിബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ചെയ്തു കൊടുത്ത സഹായങ്ങൾ എത്രയാണ് എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്കറിയാം. ഷെയ്ബു അബീ ത്വാലിബിൽ ഉപരോധിക്കപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്റെ കുടുംബവും കഴിയുന്ന സമയത്ത് ആ പീഡനങ്ങളെല്ലാം ഏറ്റുവാങ്ങിയ കൂട്ടത്തിൽ അബൂത്വാലിബ് ഉണ്ട്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും എല്ലാ സഹായവും ചെയ്തു കൊടുത്ത് കൂടെ നിന്ന ആളാണ് അബൂത്വാലിബ്. ആ അബൂത്വാലിബിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അമാ വല്ലാഹി ല അസ്തഗ്ഫിറ ലക മാ ലം അൻഹ അൻക. എന്നോട് അള്ളാഹു വിരോധിക്കാത്തടത്തോളം കാലം അങ്ങേക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി തേടുട്ടോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കാണാൻ കഴിയും. ആ അവസരത്തിലാണ് വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്തു തൗബയിൽ 113-ാമത്തെ വചനം അവതരിക്കുന്നത്. വമാ കാന ലിന്നബി വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറു ലിൽ മുശ്രിക്കീൻ. സത്യവിശ്വാസികളായ ആളുകൾക്കും അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഭൂഷണമായ അനുവദനീയമായ കാര്യമല്ല മുശ്രിക്കുകൾക്ക് വേണ്ടി, ഷിർക്ക് സംഭവിച്ചു ചെയ്തു പോയ ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുക എന്നുള്ളത്. വലൗ കാനൂ ഉലി ഖുർബ, അവർ നിങ്ങളുടെ അടുത്ത ബന്ധുക്കളാണെങ്കിലും ശരി. അബൂത്വാലിബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മൂത്താപ്പ മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ജനനത്തിന് മുൻപ് പിതാവും 6-ാം വയസ്സിൽ ഉമ്മയും 8-ാം വയസ്സിൽ അത്താണിയായ വല്ലിപ്പയും മരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ താങ്ങും തണലുമായി വർത്തിച്ച വ്യക്തി കൂടിയാണ് അബൂത്വാലിബ്. ആയിക്കോട്ടെ, അത്രയേറെ അടുത്ത ബന്ധമായാലും ശരി, ഷിർക്ക് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ, ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയാൽ അത് സ്വീകരിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയും അത് തിരുത്തുകയും ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ആർക്ക് വേണ്ടിയുള്ള ശഫാഅത്താണ് പരലോകത്ത് പറ്റുക? അതും അറിയണമല്ലോ. ഷിർക്ക് ചെയ്തവർക്ക് വേണ്ടി പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഷഫാഅത്തിന് അള്ളാഹു അനുവാദം നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ആർക്ക് വേണ്ടിയാണ് ഷഫാഅത്ത് പറ്റുക? വിശുദ്ധ ഖുർആനിൽ 2 സ്ഥലങ്ങളിൽ ഇത് പ്രതിപാദിക്കുന്നതായി കാണുവാൻ സാധിക്കും. അതിൽ ഒന്ന് 34-ാം അധ്യായം സൂറത്തു സബയിലെ 23-ാമത്തെ വചനമാണ്. വലാ തൻഫഉ ശഫാഅതു ഇൻദഹു ഇല്ലാ ലിമൻ അദിന ലഹു. ഒന്നാമത്തേത് അതാണ്. അള്ളാഹു അനുവാദം കൊടുത്തവർക്ക് വേണ്ടിയല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ശഫാഅത്ത് നടത്താൻ കഴിയൂല. അള്ളാഹു അനുവാദം നൽകിയ ആളുകൾക്ക് വേണ്ടി. പിന്നെ ആയത്തിൽ പറയുന്നത് എന്താ?
കാഫിറുകൾക്ക്, ഷിർക്ക് ചെയ്ത ആളുകൾക്ക് അള്ളാഹു ഷഫാഅത്ത് സ്വീകരിക്കുകയില്ല എന്ന്. അപ്പോൾ അള്ളാഹു അനുവാദം കൊടുക്കണമെങ്കിൽ ഇതൊന്നും ജീവിതത്തിൽ വിശ്വാസത്തിൽ വരാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുവാദം നൽകിയവർക്ക് വേണ്ടി മാത്രമേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഷഫാഅത്ത് നടത്താൻ കഴിയുള്ളൂ. രണ്ടാമത് ഒരു സ്ഥലമുള്ളത് സൂറത്തുൽ അംബിയയിലെ 28-ാമത്തെ വചനമാണ്. വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതള. അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ ഒരാൾക്കും ഷഫാഅത്ത് ചെയ്യാൻ കഴിയില്ല. അള്ളാഹു തൃപ്തിപ്പെട്ടവരാണോ അവർക്ക് വേണ്ടി ഷഫാഅത്ത് നടത്തുക എന്നുള്ളതല്ലാതെ മറ്റാർക്കു വേണ്ടിയും ഷഫാഅത്ത് ചെയ്യാൻ കഴിയില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, മൻ അസ്അദൻ നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങയുടെ ഷഫാഅത്തിന് പാത്രീഭൂതരാകുന്ന സൗഭാഗ്യവാന്മാരായ ആളുകൾ നാളെ പരലോകത്ത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അസ്അദുൻ നാസി ബിശഫാഅതി യൗമൽ ഖിയാമത്തി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബി. ഹൃദയത്തിൽ നിന്ന് ഒരു അണുമണി കളങ്കമില്ലാതെ, ആ വിശ്വാസത്തിൽ ഒരു ഷിർക്കിൻ്റെ ഒരു കണിക പോലും വരാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നിഷ്കളങ്കമായി നിഷ്കപടമായി പറയാനും അത് ജീവിതത്തിൽ പകർത്താനും ആർക്കാണോ കഴിയുക അവർക്കാണ് എൻ്റെ ഷഫാഅത്ത് ഉപകാരപ്പെടുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അനുവദിക്കുന്ന ആളുകൾക്ക്, അള്ളാഹു തൃപ്തിപ്പെടുന്ന ആളുകൾക്ക്, ജീവിതത്തിൽ ഷിർക്ക് വരാതെ ലാ ഇലാഹ ഇല്ലല്ലയിൽ അടിയുറച്ച് നിൽക്കുന്ന ആളുകൾക്ക് ഷഫാഅത്ത് ലഭിക്കൂ എന്നാണ്. അതുകൊണ്ട് ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഷഫാഅത്ത് എന്താണ് എന്നും അത് ആർക്കാണ് ലഭിക്കുക എന്നും കൃത്യമായ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്കറിയേണ്ടുന്നത്, ആരോടാണ് ഇനി ഈ ഷഫാഅത്തിനെ തേടേണ്ടത്? ആരോടാണ് ഷഫാഅത്ത് നടത്തുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ആ ഷഫാഅത്തിന് വേണ്ടി തേടേണ്ടത് ആരോടാണ്? ഷഫാഅത്തിൻ്റെ സർവാധികാരം ആർക്കാണോ ഉള്ളത്, ഷഫാഅത്തിൻ്റെ ഉടമസ്ഥൻ ആരാണോ അവനോടാണ് ഷഫാഅത്തിനെ ചോദിക്കേണ്ടുന്നത്. വിശുദ്ധ ഖുർആൻ 39-ാം അധ്യായം സൂറത്തു സുമറിലെ 44-ാമത്തെ വചനം, കുൽ, പ്രവാചകരെ അവരോട് പറഞ്ഞു കൊടുക്ക്, അവർക്ക് വിശദീകരിക്ക്, ലില്ലാഹി ഷഫാഅത്തു ജമീഅ, ഷഫാഅത്ത് മുഴുവൻ അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലാണ്. അള്ളാഹുവിനാണ് ഷഫാഅത്തിൻ്റെ മുഴുവൻ ഉടമസ്ഥതയും അധികാരവും എന്ന് അവരോട് പറഞ്ഞു കൊടുക്ക്. എന്നാൽ നമ്മുടെ നാട്ടിൽ ആളുകൾ പലപ്പോഴും ഷഫാഅത്തിനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ആരോടാണ്? അതുകൂടി പഠിക്കണമല്ലോ. കാരണം ചൊല്ലുന്നതും പറയുന്നതുമായ വരികളുടെ അർത്ഥമറിയാതെ അബദ്ധത്തിൽപ്പെട്ട് പറഞ്ഞു പോകുന്ന ചിലരെങ്കിലും ഉണ്ടായേക്കാം. അവർക്ക് കൃത്യമായി ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണയും ബോധ്യവും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. മങ്കൂസ് മൗലിദിൽ പറയുന്നത്, അഷ്ഷഫാഅത്തു ഹബ്ലന ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ വലന ഇൻ ളഅയ സയ്യിദി ഖൈറൻ നബി. ഇവിടെ ചോദ്യം നബിയോടാണ്. സയ്യിദിയ ഖൈറൻ നബി എന്ന് ഞങ്ങളുടെ നേതാവായ നബിയെ വിളിച്ചുകൊണ്ട് നബിയോടാണ് ഷഫാഅത്തിനെ ചോദിക്കുന്നതായി അവിടെ വരികളിൽ കാണാൻ കഴിയുന്നത്. ഇനി ബുർദ പരിശോധിക്കുമ്പോൾ ഇമാം ബൂസീരിയുടെ ബുർദയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി, ഞങ്ങളുടെ നേതാവായ റസൂലെ ഞങ്ങളുടെ കരം പിടിക്കണമേ, മാലി സിവാക വല അൽവി അല അഹദിൻ, താങ്കളെപ്പോലെ ഞങ്ങൾക്ക് അഭയം തേടാൻ മറ്റാരുമില്ലല്ലോ. ഇത്
ഈ വരികളത്രയും രചിക്കപ്പെട്ടിട്ടുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അങ്ങേയറ്റത്തെ മഹബ്ബത്ത്, സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പക്ഷെ എഴുതി വന്നപ്പോൾ, അല്ലെങ്കിൽ ഇത് ചൊല്ലിയൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ആശയം പലപ്പോഴും ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക്, അതും അഖീദയിൽ പ്രയാസമുണ്ടാക്കുന്ന അധ്യാപനങ്ങളിലേക്ക് നീങ്ങിപ്പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഷഫാഅത്ത് ചോദിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ല. ഷഫാഅത്ത് ലഭിക്കാൻ എന്താണോ വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞ ക്വാളിറ്റികൾ, ആ ക്വാളിറ്റികൾ ജീവിതത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന് തൃപ്തിപ്പെട്ടവനാവുക, ഷിർക്ക് ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ അള്ളാഹു അനുവാദം നൽകുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് ഇടപെടാൻ കഴിയും. മറ്റു ചില ആളുകൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ഏതെങ്കിലും മശായിഖന്മാരുടെ മുരീദായാൽ മതി, അവർ ഞങ്ങളുടെ കരം പിടിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കും എന്നാണ്. അങ്ങനെയും ധരിച്ചു വച്ചിരിക്കുന്ന ആളുകളുണ്ട്, അങ്ങനെയും തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് ചില വരികളിൽ നമ്മൾ ഇങ്ങനെയൊക്കെ കേൾക്കുന്നത്, എൻ്റെ മുരീദുകൾ നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്കും പറഞ്ഞോവർ. അതൊരു വിശ്വാസമായി, ഒരു ധാരണയായി, ഒരു ബോധ്യമായൊക്കെ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട് സമൂഹത്തിൽ, തിരുത്താൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്നതോടു കൂടി തന്നെ അള്ളാഹു അല്ലാത്ത ആളുകളോടൊരു സഹായ തേട്ടം, ഒരു പ്രാർത്ഥന നടത്തുന്നതിലോട് കൂടി തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കളങ്കം സംഭവിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം തേട്ടങ്ങൾ നമുക്ക് നഷ്ടപ്പെടുത്തി കളയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഷഫാഅത്താണ് എന്ന കൃത്യമായ തിരിച്ചറിവ് വിശ്വാസികൾക്ക് ഉണ്ടാവണം. അതുകൊണ്ട് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അറിയേണ്ടുന്നത് ഷഫാഅത്തിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അള്ളാഹു അനുവദിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ ഷഫാഅത്ത് നടത്താൻ കഴിയുള്ളൂ. അള്ളാഹു അനുവദിക്കുന്നവർക്കേ ഷഫാഅത്ത് നടത്താൻ കഴിയുള്ളൂ. അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് മാത്രമേ ഷഫാഅത്ത് ഉപകാരപ്പെടുള്ളൂ. ഷിർക്ക് ചെയ്യാത്ത ആളുകൾക്ക് മാത്രമേ ഷഫാഅത്തിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അബദ്ധങ്ങൾ സംഭവിച്ചു പോകാതിരിക്കും. അബദ്ധങ്ങൾ പറ്റൂല. ഇതിലൊരു പാളിച്ച വന്നാലുള്ള കുഴപ്പം എന്താണെന്നറിയോ? രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടുന്നത്. ഒന്ന്, ഇതിലൊരു പാളിച്ച വന്നു പോയി കഴിഞ്ഞാൽ ആത്യന്തികമായി നഷ്ടത്തിൻ്റെ വക്താക്കളാകും, നഷ്ടക്കാരിൽ നമ്മൾ പെട്ടുപോകും. രണ്ടാമത്തത്, കയ്യിലിരിക്കുന്നതിൻ്റെ വില എത്രയാണെന്ന് തിരിച്ചറിഞ്ഞോണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് തൗഹീദിൻ്റെ വക്താക്കളാണ് എന്ന് ബോധ്യമുള്ള നമുക്ക് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന കാര്യം, ഏറെ സൂക്ഷ്മതയോടുകൂടി ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു വിശ്വാസമാണ് എൻ്റെ കയ്യിലുള്ളത്. അത് ആരോടെങ്കിലുമുള്ള സ്നേഹത്തിൻ്റെ പേരിൽ, ബഹുമാന ആദരവുകളുടെ പേരിൽ, ഇവർക്കൊന്നും തെറ്റുപറ്റില്ല എന്നുള്ള മിഥ്യാധാരണയുടെ പേരിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചു പോവുകയാണ് എങ്കിൽ നഷ്ടപ്പെടാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന തിരിച്ചറിവ് വേണം. സത്യം മനസ്സിലാക്കുകയും അത് പഠിക്കുകയും ആ സത്യത്തിൻ്റെ വക്താക്കളാവുകയും സംഭവിച്ചു പോയ പിഴവുകൾ തിരുത്തി അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗം കരഗതമാക്കുന്ന യഥാർത്ഥ മുക്മിനുകളിൽ, മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ, അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നാളെ വൈകുന്നേരം നമ്മുടെ പള്ളിയിൽ വെച്ച് മയ്യിത്ത് നമസ്കാരവും അതേപോലെ തന്നെ മയ്യിത്ത് പരിപാലനവുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. കഴിയുന്ന ആളുകൾ അതിൽ പങ്കെടുക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യണം എന്ന് ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിജ്ഞാനം കരസ്ഥമാക്കുവാനും അത് ജീവിതത്തിൽ ഉപകാരപ്പെടുത്തുവാനും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, ഇന്നും വയനാട് ജില്ലയിലുള്ള ഒരു സഹോദരൻ നിസാരമായ വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിലെത്തി പരിശോധിച്ച് നോക്കുമ്പോഴാണ് മാരകമായ രോഗമാണ് തന്നിൽ ഉള്ളത് എന്നറിയുന്നത്.
അത്തരത്തിലുള്ള രോഗങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ സഹോദരന് റബ്ബ് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകൾ അവരുടെ ഖബറുകളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മെയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا